യേശുവും ശിഷ്യന്മാരും ഇതുവഴി കടന്നു പോകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയ ഒരു കുരുടൻ അവൻ യേശുവിന്റെ വാർത്ത കേട്ടിട്ട് അവൻ യേശുവിനെ ഉറക്കെ വിളിക്കുവാൻ ഇടയായി തീർന്നു. കർത്താവെ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. ഇത് പറയുമ്പം അവന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക്, അതുവഴി കടന്നു പോകുന്ന ആളുകൾക്ക് ഇവന്റെ ഈ വാക്കും ഇവന്റെ ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ വലിയ അലോഹ്യമായി തീരുവാൻ ഇടയായി തീർന്നു. അപ്പം ഇവര് ഈ മനുഷ്യന്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറയുക, നീ മിണ്ടരുത്, നിന്റെ വാ തുറക്കരുത് എന്ന് പറഞ്ഞ് അവനെ ശാസിക്കുവാൻ ഇടയായി തീർന്നു. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ പിന്നെ സൈലന്റ് ആയിട്ട് ഇരുന്നേക്കാന്ന് വെക്കാതെ ഈ മനുഷ്യൻ എന്തോ ചെയ്യുന്നു വെച്ചാൽ അവൻ ഏറ്റവും അധികം നിലവിളിക്കുവാൻ ഇടയായി തീർന്നു. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്നവൻ ഏറ്റവും അധികം നിലവിളിച്ചു. അപ്പം ഇവൻ ഏറ്റവും അധികം നിലവിളിച്ചപ്പോ അവന്റെ നിലവിളി യേശുവിന്റെ കാതിൽ ചെന്നു. ഉടനെ കർത്താവ് ആ മനുഷ്യനോട്, നീ അവിടെ ഇരിക്കാൻ പറഞ്ഞ് ഇരുത്തിയ ആളുകളോട് കർത്താവ് പറയുകയാണ്, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് യേശു പറഞ്ഞപ്പോൾ ഈ ആളുകൾക്ക്, അവനെ പരിഹസിച്ച ആളുകൾക്ക്, അവനെ ശാസിച്ച ആളുകൾക്ക് ഈ മനുഷ്യനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരാതിരിപ്പാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പം ആ മനുഷ്യൻ അവൻ നിലവിളിച്ചപ്പോൾ, യേശുവെ, ദാവീദ് പുത്ര, കർത്താവെ എന്ന് അവൻ നിലവിളിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ യേശു അവന്റെ വാർത്ത കേട്ട്, അവന്റെ നിലവിളി കേട്ട് അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടുന്ന ആ ദൈവപ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ, അതിനെ അടിച്ചിരുത്തുവാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് അതിലെ ഒരു പ്രധാനമായ വിഷയം.